UDFിന് അധികാരം കിട്ടിയാൽ UDFുകാരനായിരിക്കും മുഖ്യമന്ത്രിയെന്നും എന്നാൽ ഞാൻ മുഖ്യമന്ത്രിയാകുമെന്ന് പറഞ്ഞു നടക്കുന്ന ശശി തരൂർ ഏതാണ് പാർട്ടി എന്ന് ആദ്യം തീരുമാനിക്കട്ടെ എന്നുമാണ് കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, കോൺഗ്രസിന്റെ അഭിമാനമാണ് ശശി തരൂർ എന്ന് പറഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കോൺഗ്രസിന് ഏറ്റവും വലിയ അലമ്പായി മാറിയിരിക്കുന്നതും ശശി തരൂർ തന്നെയാണ്. ഈ രാജ്യത്ത് ഒന്നുമല്ലാതിരുന്ന ഒരു വിശ്വപൗരനെ കൊണ്ടുവന്ന് MP ആക്കി, കേന്ദ്രമന്ത്രിയാക്കി, ഒരുപാട് അവസരങ്ങൾ നൽകി, രാജ്യത്തെ തന്നെ അറിയപ്പെടുന്ന ഒരാളാക്കി മാറ്റിയപ്പോൾ കോൺഗ്രസ് പാർട്ടി നല്ലതായിരുന്നു അദ്ദേഹത്തിന്. എന്നാൽ ഇപ്പോൾ ആ പാർട്ടി കൊള്ളില്ല എന്ന് തോന്നുകയാണ് ശശി തരൂറിന്. പാർട്ടിക്ക് ജീവൻ നൽകി, ജീവിതം നൽകി, പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്നവർ ഇവിടെ ഉണ്ടാകുമ്പോഴും വന്നപാടെ MP ആക്കി, വിയർപ്പൊഴുക്കാതെ തന്നെ സ്ഥാനങ്ങളെല്ലാം നേടിയെടുത്ത് ഇപ്പോൾ പാർട്ടിയെ പരസ്യമായി പുലഭ്യം പറയുകയാണ് തരൂർ. ഇന്നത്തെ നേതാക്കന്മാരെ മാത്രമല്ല, കോൺഗ്രസിന്റെ എക്കാലത്തെയും നേതാവായിട്ടുള്ള ഇന്ദിരാഗാന്ധിയെയും മക്കളെയും വരെ പുലഭ്യം പറയുന്ന തരൂർ ഇനി പാർട്ടിക്കുള്ളിൽ തന്നെ ആവശ്യമില്ല എന്നാണ് പ്രവർത്തകർ തന്നെ പറഞ്ഞു തുടങ്ങിയത്. വലിയ പിന്തുണ ഉണ്ടായിരുന്ന ശശി തരൂർ ഇങ്ങനെ സ്വന്തം പാർട്ടിക്കിടയിൽ, പാർട്ടി പ്രവർത്തകർക്കിടയിൽ നശിച്ചു പോകുന്നതിൻ്റെ കാരണം അദ്ദേഹത്തിന് അക്കരപ്പച്ച കണ്ടു എന്നുള്ളത് തന്നെയാണ്. അതാണ് കെ മുരളീധരൻ വളരെ വ്യക്തമായി പറഞ്ഞത്. പാർട്ടിക്ക് വേണ്ടി വിറക് വെട്ടുന്നവരും വെള്ളം കോരുന്നവരും ഇവിടെയുണ്ട്. അതിൽ നിന്നൊരാൾ മുഖ്യമന്ത്രിയാകുമെന്നും വിശ്വപൗരൻ ഈ ലോകത്തിന്റെ കാര്യം നോക്കിയാൽ മതിയെന്നും ഉള്ള കാര്യം. ഇത് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകരുടെയും അഭിപ്രായമായി മാറിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയാകാൻ താനാണ് യോഗ്യനെന്ന് ഏതോ ഒരു സർവേ ഫലം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു നടക്കുന്ന ശശി തരൂർ ആദ്യം തൻ്റെ പാർട്ടി ഏതാണെന്ന് തീരുമാനിക്കട്ടെ എന്നാണ് പറയുന്നത്. ഏതായാലും മുരളീധരന്റെ വാക്കുകൾ നമുക്ക് കേട്ടു നോക്കാം. ശശി തരൂർ ഒരു സർവേ ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രിയാകാൻ അദ്ദേഹത്തെ പ്രിഫർ ചെയ്യുന്ന ഒരു സർവേ. UDFന് ഭൂരിപക്ഷം കിട്ടിയാൽ UDF ആണല്ലോ മുഖ്യമന്ത്രിയാവുക. അപ്പൊ പിന്നെ ഇങ്ങനത്തെ ഒരു പ്രശ്നം വേറെ ആർക്ക് സർവേയുടെ മുൻപന്തിയിലാണെങ്കിലും UDF അധികാരത്തിൽ വന്നാൽ UDF മുഖ്യമന്ത്രിയാവും. അപ്പൊ അദ്ദേഹം ഏത് പാർട്ടിയാണെന്ന് അദ്ദേഹം ആദ്യം തീരുമാനിക്കട്ടെ, അതിനുശേഷം ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതിയല്ലോ. ഇപ്പൊ ഏതായാലും ഇലക്ഷൻ ജയിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. ഇതുപോലത്തെ അനാവശ്യ ആയിട്ടുള്ള വിവാദത്തിലേക്ക് ഞങ്ങൾക്ക് താല്പര്യമില്ല. അല്ല, UDFന് ഭൂരിപക്ഷം കിട്ടിയാൽ UDFുകാരൻ മുഖ്യമന്ത്രിയാവും. മാത്രമല്ല, കോൺഗ്രസിലെ വിറക് വെട്ടുന്നവരും വെള്ളം കോരികളും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ട്. അതിലൊരാളെ MLA-മാരിൽ ആർക്കാണോ മുൻതൂക്കമുള്ളത് ആ വ്യക്തി മുഖ്യമന്ത്രിയാവും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം അതിനെക്കുറിച്ച് വേറെ ആര് സർവേ നടത്തിയാലും ഞങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ഞങ്ങൾക്ക് പാർട്ടിക്ക് ചില ചട്ടക്കൂടുണ്ട്, അതനുസരിച്ച് കാര്യം നടക്കും. എന്താ അടിയന്തരാവസ്ഥയെക്കുറിച്ച് ഒരു ചർച്ചയ്ക്ക് ഇപ്പൊ പ്രസക്തിയില്ല. കാരണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനിടയായ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യണമെന്ന അഭിപ്രായക്കാരാണ് ഞങ്ങളൊക്കെ. അതുകൊണ്ട് അടിയന്തരാവസ്ഥയിൽ തെറ്റുണ്ടെങ്കിൽ അടിയന്തരാവസ്ഥയിലെ കേരളത്തിൽ അത് ബാധിച്ചിട്ടില്ല. അടിയന്തരാവസ്ഥയിലെ കാര്യങ്ങൾ ഭംഗിയായി കാര്യങ്ങൾ നടത്തിയ സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട്. കേരളത്തിൽ അന്നാണ് ഹയസ്റ്റ് മെജോറിറ്റി അന്ന് കോൺഗ്രസ് ഉൾപ്പെട്ട സഖ്യത്തിന് കിട്ടിയത്. അസംബ്ലിയിൽ 140-ൽ 111 സീറ്റും ലോക്സഭയിൽ എല്ലാ സീറ്റുകളും ആ സഖ്യം അന്ന് തൂത്തുവാരി. ആന്ധ്രയിൽ 41 സീറ്റുകളിൽ 40 സീറ്റിലും കോൺഗ്രസ് ജയിച്ചു. കർണാടകത്തിൽ 28 സീറ്റിൽ 26 കോൺഗ്രസ് ജയിച്ചു. നന്നായിട്ട് അടിയന്തരാവസ്ഥ കാലത്ത് കാര്യങ്ങൾ നടത്തിയ സ്റ്റേറ്റിലൊക്കെ കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട്. അത് പാളിപ്പോയ സ്റ്റേറ്റുകൾ തോറ്റു. അത് ഇന്ദിരാഗാന്ധി തന്നെ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്നുള്ളതിനെ കുറിച്ച് ഇന്ദിരാഗാന്ധി തന്നെ വളരെ വിശദീകരിച്ചിട്ടുണ്ട്. ആ ചാപ്റ്റർ ഞങ്ങൾ അന്ന് തന്നെ ക്ലോസ് ചെയ്ത. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഏത് പാർട്ടിയാണെന്ന് അദ്ദേഹം തന്നെ ആദ്യം തീരുമാനിക്കട്ടെ, അതിനുശേഷം മറ്റു കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചാൽ മതിയല്ലോ. ഞാൻ പറഞ്ഞു, UDFന് ഭൂരിപക്ഷം കിട്ടിയാൽ UDFന്റെ നോമിനി മുഖ്യമന്ത്രിയാവും. അത് കേരളത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരുപാട് നേതാക്കന്മാർ UDFിലുണ്ട്. കോൺഗ്രസിന് വേണ്ടി വിറക് വെട്ടുന്നവരും വെള്ളം കോരികളുമായിട്ടുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ട്. അതിലൊരാൾ മുഖ്യമന്ത്രിയാവും. അല്ല, അദ്ദേഹം ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കാണ്. നമുക്ക് ആവശ്യം കേരളത്തിന്റെ കാര്യങ്ങൾ അറിയുന്ന ആളാണ്.
കേരളത്തിന്റെ 4 ചുമരുകൾക്കും വേണ്ടെന്നാണോ പറയുന്നത് മുഖ്യമന്ത്രിയായിട്ട്? അല്ല വിശ്വത്തിന്റെ കാര്യം നോക്കട്ടെ, നമുക്ക് കേരളത്തിന്റെ കാര്യം നോക്കി